Hi all, welcome to Encyclopedia. One Battle After Another. Written and directed by Paul Thomas Anderson, starring Leonardo DiCaprio and Sean Penn, etc. So, One Battle After Another. ഈ വർഷത്തെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഫിലിമുകളിൽ ഒന്നായ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ കണ്ട് നമ്മൾ വന്നിരിക്കുകയാണ്. സോ ഈ ചാനലിൽ തന്നെ നമ്മൾ 2025 ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നിൽക്കുന്ന ഹോളിവുഡ് ഫിലിംസിൻ്റെ ലിസ്റ്റ് ഒരു വീഡിയോ ഉണ്ടാക്കിയപ്പോൾ അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിനിമ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 7-6 മാസം മുന്നേ ആയിരുന്നു നമ്മൾ ആ വീഡിയോ ഇട്ടത്, വിച്ച് ഓൾസോ വാസ് ദ വെരി ഫസ്റ്റ് വീഡിയോ ഓഫ് അവർ ചാനൽ. സോ അതിൽ നമ്മൾ ഫിലിമിനെ വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഫിലിമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ആ വീഡിയോ നമ്മൾ ദ ബാറ്റിൽ ഓഫ് ബാക്ടൺ ക്രോസ് എന്നാണ് പറഞ്ഞത്. പിന്നീട് ഈ സിനിമ അവർ റീനെയിം ചെയ്തിട്ട് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നാക്കിയിരിക്കുകയാണ്. സോ പടം ഇറങ്ങി 3-ാമത്തെ ദിവസം തന്നെ തിയേറ്ററിൽ പോയിട്ട് പടം കണ്ട് വന്നിരിക്കുകയാണ്. സോ എൻ്റെ അഭിപ്രായങ്ങൾ സിനിമയെ കുറിച്ച് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമക്ക് എങ്ങും അന്യായ ഒരു പോസിറ്റീവാണ് വന്നിരിക്കുന്നത്. ലെറ്റർ ബോക്സ് എടുത്ത് നോക്കുക, റോട്ടൻ ടൊമാറ്റോ, IMDb എല്ലാത്തിലും നിങ്ങൾക്കൊരു ഓൾമോസ്റ്റ് പെർഫെക്റ്റ് റേറ്റിങ്സും റിവ്യൂസാണ് ഇതിന് ലഭിക്കുന്നത്. സോ റോട്ടൻ ടൊമാറ്റോസ് 98 ആണ്. ലെറ്റർ ബോക്സിൽ ഒക്കെ നിങ്ങൾക്ക് 5 ഔട്ട് ഓഫ് 5 മഴയാണ് റേറ്റിങ്ങിൻ്റെ. ഏറ്റവും ലീസ്റ്റ് എന്നൊക്കെ നമുക്ക് 4.5 സ്റ്റാറിനെ പറയാം. സോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഇതിൻ്റെ ഡയറക്ടർ ആക്ടർ കോംബോ, ഡികാപ്രിയോ ആൻഡ് PTA പോൾ തോമസ് ആൻഡേഴ്സൺ. കാരണം നമ്മൾ ഫാൻസ് PTA എന്ന് ചുരുക്കിയിട്ടാണ് വിളിക്കാറ്. സോ ഈ വീഡിയോസ് തന്നെ ഒരുപാട് തവണ പോൾ തോമസ് ആൻഡേഴ്സനെ മെൻഷൻ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് ഞാൻ എല്ലാ തവണയും PTA എന്ന് ആയിരിക്കും വിളിക്കുക. സോ അല്ലാണ്ട് എല്ലാ തവണയും ഇങ്ങനെ പോൾ തോമസ് ആൻഡേഴ്സൺ അങ്ങനെ വിളിക്കാൻ അതൊരു പണിയാണ്. സോ PTA ആണെന്ന് വിളിക്കുകയാണ്. സോ PTA ഫ്രം ദ ഡയറക്ടർ ഓഫ് ദർ വിൽ ബി ബ്ലഡ്, മാഗ്നോളിയ, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഡികാപ്രിയോ പറയേണ്ട ആവശ്യം തന്നെ അല്ല. വേൾഡ് സിനിമയിലെ തന്നെ വൺ ഓഫ് ദ പില്ലർ ഓഫ് വേൾഡ് സിനിമ. പിന്നെ ഫിൽമോഗ്രഫി ഒന്നും പറയാത്തതല്ലേ. ടൈറ്റാനിക് ബേസിക്കാണ്. ടൈറ്റാനിക്, വുൾഫ് ഓഫ് ദ വാൾ സ്ട്രീറ്റ്, കാച്ച് മീ ഇഫ് യു ക്യാൻ, ഷട്ടർ ഐലൻഡ്, കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ, പിന്നെ ലിസ്റ്റ് എടുത്താൽ തീരില്ല. അച്ചാതി ഒരു ഗോട്ടഡ് ആക്ടർ ആൻഡ് ഗോട്ടഡ് ഡയറക്ടർ. ഇവർ ഒന്നിച്ചാൽ എങ്ങനെ ഉണ്ടാകുന്ന എല്ലാവരും സിനി ഫൈൽസിനും ഉള്ളൊരാഗ്രഹം, ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. സോ ഒന്നിച്ചിരിക്കുകയാണ്. ആൻഡ് ഒന്നിച്ചപ്പോൾ കിട്ടിയ ഈ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി വെരി ഗുഡ് ഫിലിം. ആക്ച്വലി വെരി വെൽ മെയ്ഡ്, വെൽ റിട്ടൺ ആൻഡ് വെൽ ആക്റ്റഡ് ഫിലിം. ആൻഡ് ഇത് പറയുമ്പം നമ്മളൊരു പീക്ക് സിനിമ അല്ലെങ്കിൽ ആബ്സലൂട്ട് സിനിമ, മാസ്റ്റർ ക്ലാസ് സിനിമ, അങ്ങനെയൊക്കെയാണ് ഇതിന് വിശേഷണങ്ങൾ കിട്ടുന്നത്. അത്തരത്തിലുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് വളരെ മികച്ചൊരു സിനിമയാണ്. എല്ലാം സോളിഡാണ്. മേക്കിങ്ങും ആക്ടിങ്ങും എല്ലാം ഒന്നിനൊന്ന് മെച്ചാണെങ്കിൽ പോലും എനിക്കൊരു പേഴ്സണലി ഇത് മെയിൻലി ഇതിനെ മൂവി ഓഫ് ദ ഡെക്കേഡ് ഓർ സെഞ്ച്വറി എന്നൊക്കെയാണ് ഇവന്മാർ പറഞ്ഞിടുന്നത്. സോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ലെങ്കിൽ ഇറ്റ്സ് എ വെരി വെൽ മെയ്ഡ് ഫിലിം. ആൻഡ് ഒരു ഡെഫിനറ്റ്ലി ഒരു 4 ഔട്ട് ഓഫ് 5 ആണ് എൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുക. ബാക്കി എല്ലാ സ്ഥലത്തുനിന്നും 5 ഔട്ട് ഓഫ് 5, 10 ഔട്ട് ഓഫ് 10 ഒക്കെയാണ്. മേ ബി ബിക്കോസ് ഓഫ് ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അമേരിക്കൻ പൊളിറ്റിക്സിനെ, അതുപോലെ അമേരിക്കയിലെ കുറച്ച് കോൺഫ്ലിക്ട്സ്, ഈ അങ്ങനെ കുറച്ച് പൊളിറ്റിക്കലി പരിപാടികളൊക്കെ പിടിച്ചിട്ട് അതിനൊരു സെറ്റയറക്കലി ഡാർക്ക് ഹ്യൂമറും കുറച്ച് അഡൾട്ട് ജോക്സ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു സെറ്റയറക്കലി രീതിയിൽ കാണിച്ചൊരു പടമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പടമാണത്. സോ അത്രയൊരു അമേരിക്കൻ പൊളിറ്റിക്സോ അല്ലെങ്കിൽ അമേരിക്കൻ ആ പരിപാടികളൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക, നോളജ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്കിത് മെയിൻലി ആ ഒരു ലെവൽ ഓഫ് ഇതിൽ കണക്ട് ചെയ്യപ്പെടാൻ സാധിക്കാത്തത്. അതിൻ്റെ ഒരു ബേസിക് ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് സംഭവിച്ചാൽ ഇത് US മിലിറ്ററി അല്ലെങ്കിൽ അവരുടെ US അല്ല, അമേരിക്കയിലെ ഈ ഹയർ അതോറിറ്റീസ് ഇവിടെ കുറച്ച് പ്രൊട്ടസ്റ്റേഴ്സും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു അതിനെ ആദായമാക്കി കുറച്ച് ലൈക്ക് മോർ ലൈക്ക് ബ്ലാക്ക് ഹ്യൂമറൊക്കെ വെച്ചിട്ട് ഇവർ ഒരു സറ്റയർ, മെയിൻലി പൊളിറ്റിക്കലി സറ്റയർ ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയാണെന്നുള്ളൊരു ബേസ് പ്ലോട്ട് ലൈൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ആ ഒരു പ്ലോട്ട് ലൈനിൽ ഞാൻ ഇതിൻ്റെ ആക്ടിങ്ങും ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും ഇതിൻ്റെ കുറേ കോമഡി സീൻസ് എല്ലാം കൂടെ ആ ഒരു വൈബ് എനിക്ക് കിട്ടി. ആ ഒരു വൈബിൽ ഞാൻ ത്രൂ ഔട്ട് ഇത് ഓൾമോസ്റ്റ് 3 hours ഉണ്ട്. ആ 3 hours ഒരു ലാഗും ഒരു ഡൾ മൊമെൻറ്റും ഇല്ലാണ്ട് ഞാൻ ഈ ഫിലിം ഓവറോൾ ആസ്വദിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് അത് കംപ്ലീറ്റ്ലി ഗ്രാസ്പ് ചെയ്യാൻ പറ്റി അതിൻ്റെ ഈച്ച് ആൻഡ് എവറിത്തിങ് എനിക്ക് മനസ്സിലായെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് ഓഫ് ദ ഇയർ എന്നാണ് പറയാനുള്ളത്. അല്ലാണ്ട് ദി ബെസ്റ്റ് ഫിലിം ഓഫ് ദ ഇയർ ഓർ ബെസ്റ്റ് ഫിലിം ഓഫ് ദ സെഞ്ച്വറി എന്നൊന്നും ബാക്കിയുള്ളവർ പറയുന്നതായിരിക്കും പറയാൻ
സാധിച്ചില്ല. അതിനുള്ള മെയിൻ റീസൺ ഇതാകാം, ഓർ മേ ബി ഐ എം നോട്ട് ദാറ്റ് മച്ച് ഇൻ്റലക്ച്വൽ ലൈക്ക് അതേഴ്സ്. അപ്പം ഇറ്റ്സ് വെരി ബെഞ്ച് ഫിലിം. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് പറയുന്നത് ഓഫ് ഇതിൻ്റെ പ്ലോട്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ഒരു പൊളിറ്റിക്കലി സെറ്റയർ ആണെങ്കിലും മെയിൻ എല്ലാം പിടിച്ച് വയ്ക്കുന്നത് ഇതിൻ്റെ ആ ഒരു ആക്ടിങ് ആണ്. ആക്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് സാക്ഷാൽ ലിയനാർഡോ ഡിക്കാപ്രിയോ ഉള്ളതുകൊണ്ട് ഡിക്കാപ്രിയോ തൂക്കിയിട്ടുണ്ട്, തൂക്കിയില്ല എന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. തൂക്കുമെന്ന് വിചാരിക്കുന്ന സമയത്താണ് ഷോൺ പെൻ ഐ തിങ്ക് ഷോൺ പെൻ അങ്ങനെ എന്താണ്, സീൻ പെൻ എന്നായിരിക്കും നമ്മൾ എഴുതുമ്പോൾ വായിക്കുക. ഐ തിങ്ക് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഷോൺ എന്നായിരിക്കും അത് വരിക. സോ ഷോൺ പെൻ പുള്ളി, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കട്ടോ. സോ ഷോൺ പെൻ അങ്ങേര് കത്തിച്ച് വിട്ടിട്ടുണ്ട്. ഒരു വില്ലൻ ക്യാരക്ടറാണ് സിനിമയിലൊരു മിലിറ്ററി ഓഫീസറോ അങ്ങനെ ആയിട്ടാണ് പുള്ളിക്കാരനെ കാണിച്ചിരിക്കുന്നത്. നമ്മളെ പ്രൊട്ടസ്റ്റേഴ്സ്, നമ്മുടെ മെയിൻ ലീഡായ ഡിക്കാപ്രിയോൻ്റെ വൈഫ്, അതുപോലെ ഡിക്കാപ്രിയോൻ്റെ മോള്, ഇവരൊക്കെ ആ ഒരു പ്രൊട്ടസ്റ്റേഴ്സാണ്. ഈ പ്രൊട്ടസ്റ്റേഴ്സിനെതിരെ നിൽക്കുന്ന ഒരു മിലിറ്ററി ഓഫീസറായിട്ട് ഇവരെ ഈ അവിടെ നിന്ന് പായിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പോലീസ് അല്ല, ഒരു മിലിറ്ററി ഓഫീസറായിട്ടാണ് നമ്മുടെ ഷോൺ പോളിൻ്റെ ക്യാരക്ടർ പുള്ളിക്കാരനെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഗംഭീര വില്ലൻ കഥാപാത്രത്തിന് എടുത്തൊന്നും കണ്ടിട്ടില്ല. മേ ബി ഈ വർഷത്തെ ബെസ്റ്റ് വില്ലൻ എന്നൊക്കെ വേണമെങ്കിൽ ഹോളിവുഡിലെ ഈ ഒരു ക്യാരക്ടർ പറയാം. പുള്ളിക്ക് വന്നങ്ങ് നിന്നാൽ തന്നെ നമ്മൾ ടെറിഫൈഡ് ആവും. അതിലൊരു മുതലാണ്. നല്ല പുള്ളിക്കാരൻ അത്യാവശ്യം വയസ്സുണ്ട്, 10-70 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. എന്നാലും ആ ഒരു വയസ്സിൽ ആ ഒരു ഫിസിക്കും, ആ ഒരു പുള്ളിക്കാരൻ്റെ ചില നേരത്തെ എക്സ്പ്രഷനും, ആ ഒരു ആറ്റിറ്റ്യൂഡും, മല വന്നാലും മാറി നിൽക്കില്ല എന്നൊക്കെ രീതിയിലുള്ള ഒരു വില്ലനിഷ്, കംപ്ലീറ്റ് ഒരു ഈവിൽ ലുക്കിലും ആറ്റിറ്റ്യൂഡിലൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ. പേടിച്ചു പോകുന്ന രീതിയിലുള്ള ചില നേരത്തെ നോട്ടവും ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു കിട്ടിലനൊരു വില്ലന്, അതാണ് പുള്ളിക്കാരനാണ് സിനിമയിലെ മാൻ ഓഫ് ദ മാച്ച് വെൻ ഇറ്റ്സ് കം ടു ആക്ടിങ്. ഡിക്കാപ്രിയോ തൂക്കുന്നു വിചാരിക്കുന്ന സ്ഥലത്തായിരുന്നു പുള്ളിക്കാരൻ്റെ ഒരു പ്ലേസ്മെൻറ്റ്. ഡിക്കാപ്രിയോനെ തന്നെ വരട്ടുന്ന ചില സീനൊക്കെ ഉണ്ട്. ആക്ടിങ് ഒക്കെ ഉണ്ടാകും കിട്ടില്ല. എന്തായാലും പുള്ളിക്കാരൻ ഈ വർഷത്തെ ഓസ്കാർ നോമിനേഷൻ ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ടറിന് കിട്ടേണ്ടതാണ്. കിട്ടിയില്ലെങ്കിൽ അതിലും വലിയൊരു ഒരു ഇതില്ല ഓസ്കാർ. പിന്നെ ഓസ്കാറിന് വില കൊടുക്കണ്ട, അജാതി തൂക്കും പുള്ളിക്കാരൻ തൂക്കും ഓസ്കാറാണ്. ഒരു കിട്ടിലൻ ക്യാരക്ടർ, കിട്ടിലൻ പെർഫോമൻസ്. പിന്നെ ഡിക്കാപ്രിയോ ആസ് യൂഷ്വൽ ഇറ്റ്സ് ലൈക്ക് പീസ് ഓഫ് കേക്ക് ഫോർ ലിയനാർഡോ ഡിക്കാപ്രിയോ. ഇങ്ങനത്തെ റോളൊക്കെ അപ്പോൾ ഇതൊക്കെ ഭയങ്കര ലൈക്കബിൾ ക്യാരക്ടറാണ്. സിനിമയിൽ പുള്ളിക്കാരൻ ചെയ്തത് ബോബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആസ് യൂഷ്വൽ നമ്മൾ ഒരു ഭയങ്കര ഫണ്ണി, ഭയങ്കര ക്ലംസി ആയിട്ട്, ഭയങ്കര ഒരു ഡ്രഗ് അഡിക്റ്റൊക്കെ ആയിട്ട്, ഭയങ്കര ഒരു കോമഡി പീസായിട്ടുള്ളൊരു ക്യാരക്ടർ. പുള്ളിക്കാരൻ ഇമോഷണൽ സീക്വൻസൊക്കെ ഉണ്ട്, എന്നാൽ പോലും കൂടുതൽ ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഈ ക്യാരക്ടറിൻ്റെ ഒരു ഫണ്ണി സൈഡാണ്. അങ്ങനത്തെ ഒരു എക്സെൻട്രിക് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫണ്ണി ക്യാരക്ടർ. ചില നേരത്തെ എക്സ്പ്രഷനും കുറേ ഡയലോഗ്, തെറിയുടെ പൂരാണ്. ഓഫ് കോഴ്സ് റേറ്റഡ് ആണ്. സോ തെറിയൊക്കെ അങ്ങേയറ്റം സെക്ഷുവലൈസ് ചെയ്തിട്ടുള്ള ജോക്കും അതിൻ്റെയൊക്കെ മഴയാണ്. പക്ഷെ അതൊക്കെ ഇവന്മാർ പറയും, എസ്പെഷ്യലി ഡിക്കാപ്രിയൊക്കെ ചില സാധനങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ കിട്ടുന്നൊരു എക്സ്പ്രഷൻ ഒക്കെ വളരെ ഫണ്ണിയാണ്, ഭയങ്കര അടിപൊളിയാണ്. സോ ഡിക്കാപ്രിയോ കത്തിച്ചിട്ടുണ്ട്. അത് കോമഡി ഇങ്ങനെയൊക്കെ ചെയ്ത് തീർക്കാനും നല്ല പണിയാണ്. കാരണം ഒന്നാമത് പൊളിറ്റിക്കലി സെറ്റയറാണ്. ഇതിൽ ചില ഫ്രസ്ട്രേഷനൊക്കെ പിടിക്കുന്ന സീനുണ്ട് പുള്ളിക്കാരൻ ഡിക്കാപ്രിയോ. പിന്നെ ഇങ്ങനെ ഈ പോലീസൊന്നും പിടിക്കേണ്ട വെച്ചിട്ട് അങ്ങനെ താഴെ കൂടെ ഇഴഞ്ഞു പോകുന്ന ഒരു സീൻ, അങ്ങനെയൊക്കെ കുറേ മറ്റേ ചിരിപ്പിക്കാൻ സീരിയസ് ഒരു ടോണിൽ പോകേണ്ട പടത്തിനൊക്കെ ചെങ്ങായിൻ്റെ അഴിഞ്ഞാട്ടം, ഡിക്കാപ്രിയോ അഴിഞ്ഞാട്ടം തന്നെ. ഒരു വുൾഫ് ഓഫ് ദ വാൾ സ്ട്രീറ്റിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ചില എക്സ്പ്രഷനും കോമഡി ഹ്യൂമർ ലെവലിൽ പുള്ളിക്കാരൻ പിടിച്ചൊരു മീറ്റർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സാധനമാണ് ഇവിടെ പിടിച്ചേക്കുന്നത്. അല്ല ഡിക്കാപ്രിയോൻ്റെ ഓസ്കാർ ലെവൽ വിന്നിങ് സീരിയസ് റോളൊന്നല്ലല്ലോ. സോ ഒരു കോമഡി രീതിയിൽ അഴിഞ്ഞാടാൻ കൊടുത്തൊരു റോള് അതിനെ ഒരു മികച്ച രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ലിയനാർഡോ ഡിക്കാപ്രിയോ ആസ് യൂഷ്വൽ ഗോഡ് ഫോർ എ റീസൺ. പിന്നെ നമുക്ക് ഇതിന് പറയാൻ പറ്റും, ഇതിൻ്റെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് വളരെ അടിപൊളിയാണ്. ഡിക്കാപ്രിയോൻ്റെ മോളെ റോള് ചെയ്ത ചേസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി വെരി 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 വെൽ ഗുഡ് ലുക്കിംഗ്. ഞാൻ വരെ പുള്ളിക്കാരത്തിൻ്റെ കണ്ടില്ല, പക്ഷേ ന്യൂ ക്രഷ് അപ്ഡേറ്റഡ് എന്ന് പറയാം. സോ ലുക്ക് വൈസായാലും പെർഫോമൻസ് ആയാലും സോളിഡ് പെർഫോമൻസ് ആണ്. പിന്നെ ഡിക്കാപ്രിയോൻ്റെ വൈഫായിട്ട് അഭിനയിച്ച ഒരു ക്യാരക്ടറുണ്ട്. ഇവരെയൊക്കെ കാസ്റ്റിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾ കണ്ടാലോ അല്ലെങ്കിൽ കാസ്റ്റ് ലിസ്റ്റ് പോയാലോ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫീമെയിൽ ക്യാരക്ടേഴ്സും കിടിലനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമുക്ക് ആ ഒരു ഫീല് കിട്ടും, ഇവരെ ഇമോഷൻ നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ രീതിയിലുള്ള കിടിലൻ ആക്ടിങ് എല്ലാം ഒക്കെ നൈസാണ്. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് ഒന്നാം തരാണ്. ചില ഷോട്ടൊക്കെ കിടിലനാണ്. എസ്പെഷ്യലി ഇതിൻ്റെ ഒരു ക്യാമറ വർക്ക് അന്യായ, ചില ഷോട്ടൊക്കെ സൂപ്പർ സാധനം. എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു കുറേ നിങ്ങളിതിൻ്റെ ഫിലിം പേജിലൊക്കെ അതിന് കണ്ടിട്ടുണ്ടാവും. ഒരു റോഡിൽ നിന്ന് ഒരു കാറ് ചേസല്ല, കാർ ഓടിക്കുമ്പോൾ
ഒരു വെയ്വി ആയിട്ടുള്ള റോഡിൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്. അതിപ്പോൾ കുറേ പേജ് സിനിമേനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കുറേ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ എങ്ങനെ ഷോട്ട് ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഐ തിങ്ക് ക്യാമറ നമ്മുടെ കാറിൻ്റെ ടയറിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോയാലും പോലും അത്രയും പെർഫെക്ഷൻ കിട്ടില്ല. ഐ മീൻസ് ആ ഒരു വെയ്വി ECG ഗ്രാഫ് പോലെ പോകുന്ന ഒരു റോഡ് കുറേ ഉണ്ട് അങ്ങനെ ഒരു വെയ്വ്. ആ വെയ്വിൻ്റെ മേലെ കൂടെ നമ്മളൊരു വണ്ടി കയറ്റി പോകുമ്പോഴോ അല്ലെങ്കിൽ ലിറ്ററലി നമ്മൾ ആ ഒരു റോളർ കോസ്റ്റർ ഇങ്ങനെ പോകുന്ന പൊന്തി താന്ന് പോകുന്ന വരെ നമുക്ക് ഫീൽ ചെയ്യും. അതൊക്കെ ഫീൽ ചെയ്യണ തിയേറ്ററിൽ തന്നെ ഈ പടം കാണണം. കാരണം ആ ഒരു ബിഗ് സ്ക്രീനിൽ ആ ഒരു ഓഡിയോൻ്റെ നടുവിൽ ഇങ്ങനെ ഇരുന്നിട്ട് ലിറ്ററലി ആ ഒരു സീനൊക്കെ കാണുമ്പോൾ ഇന്നേ വരെ എനിക്ക് തോന്നുന്നില്ല വേൾഡ് സിനിമ ഹിസ്റ്ററി തന്നെ അങ്ങനെ ഒരു ഷോട്ടൊക്കെ ആരെങ്കിലും എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ പോൾ തോമസ് ആൻഡേഴ്സണും ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് മേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ജസ്റ്റ് ടോപ്പ് നോച്ച്. കിട്ടില്ല വൺ ഓഫ് ദ ബെസ്റ്റ് ഷോട്ട് ഓഫ് ദ ഇയർ. അല്ലെങ്കിൽ ഇത് ഫിലിം ഓഫ് ദ സെഞ്ചുറി എന്നൊക്കെ പൊക്കിയടിക്കുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. എങ്കിൽ ഫിലിം ഓഫ് ദ ഷോട്ട് ഓഫ് ദ സെഞ്ചുറി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സാധനമായിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നു. ബാക്കി എല്ലാം കിടിലൻ തന്നെ മേക്കിംഗ്. പിന്നെ ആക്ഷൻ ഉണ്ട് ഇതിൽ. ആക്ഷൻ ഡ്രാമ ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ ജോൺറ കാണാൻ പറ്റുന്നെങ്കിൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പൊരിഞ്ഞ അടി അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. കുറച്ച് ഗൺ ഷോട്ട്, ബോംബ് എക്സ്പ്ലോഷൻ, അങ്ങനത്തെ കുറച്ച് ആക്ഷൻ ഉള്ളൂ. അല്ലാണ്ട് ആക്ഷൻ ലൈക്ക് ഫിസ്റ്റ് ഫൈറ്റ് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഇതിൻ്റെ സിനിമയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ആക്ഷൻ സെറ്റ് പീസസ് ഉണ്ട്, അത്രയേ ഉള്ളൂ ആക്ഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. ബാക്കിയൊക്കെ ആക്ഷൻ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ അതൊന്നും ഇല്ല. ഈ സിനിമേൻ്റെ ഒരു 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 ഫ്ലോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് അവിടെ പൊളിറ്റിക്സിൽ നടക്കുന്ന പരിപാടിയാണ്. അത് എത്രത്തോളം ഇതൊരു ഡ്രാമയാണ്, കോമഡി ടോൺ പിടിച്ചിട്ട് എന്നാൽ ആ ഒരു ഇതിൻ്റെ സീരിയസ്നെസ് കുറയ്ക്കാണ്ട് ക്യാരക്ടേഴ്സ്, കുറച്ച് അടിപൊളി ക്യാരക്ടേഴ്സ്, നല്ല ഡെപ്തുള്ള ക്യാരക്ടേഴ്സിനെ അവരുടെ തമ്മിലുള്ള ക്യാരക്ടർ, അവരുടെ എന്താ പറയുക കോൺഫ്ലിക്ട്സ്, ക്യാരക്ടർ ആർക്ക്, ഇതെല്ലാം ഒരു 3 മണിക്കൂർ ടൈമിൽ ഇങ്ങനെ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തവർ ഈ ഒരു സിനിമേൻ്റെ ഈ ഒരു വൈബ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മെൻഷൻ ചെയ്ത ഒരു വൈബിനൊപ്പം കാണുന്ന പ്രേക്ഷകനെ 3 മണിക്കൂർ പിടിച്ചിരുത്തി എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക. അല്ല ഇതൊരു അവാർഡ് പടം രീതിയിൽ എത്തേണ്ട ഒരു പാറ്റേണുള്ള പടത്തിനെ എൻഗേജ് ആക്കി ഇരുത്തുക എന്ന വലിയൊരു കാര്യം. സോ അങ്ങനത്തെ രീതിയിലൊരു അപ്രോച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ലിറ്ററലി ദിസ് ഈസ് വൺ ഓഫ് ദ ഗുഡ് ഫിലിംസ് ഓഫ് ദ ഇയർ. അല്ലാണ്ട് പീക്ക് മാസ്റ്റർ പീസ് എന്നൊന്നും പറയുന്നില്ലെങ്കിലും ലിറ്ററലി ആ ഒരു സെൻസിൽ പടം വളരെ അടിപൊളിയാണ്. പിന്നെ അങ്ങനത്തെ പടം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ അത് വളരെ ഉറക്കഗുളിക ടൈപ്പായിട്ട് ഫീൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സോ അങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇറ്റ് വിൽ ബി എ ട്രീറ്റ്, എസ്പെഷ്യലി ഫോർ സിനി ഫൈൽസ്. ഇറ്റ് വിൽ ബി എ വെരി ട്രീറ്റ്. ആൻഡ് പോൾ തോമസ് ആൻഡേഴ്സൻ്റെ ഡയറക്ഷൻ ആസ് യൂഷ്വൽ ഓൺ പോയിൻ്റ് ആണ്. ഇത് PTAൻ്റെ മോസ്റ്റ് കൊമേഴ്ഷ്യലൈസ്ഡ് ഫിലിമായിട്ട് നമുക്ക് വേണം പറയാം. ബാക്കിയുള്ള പോലെ ഒന്നല്ല, കുറച്ചും കൂടെ കൊമേഴ്ഷ്യലൈസ്ഡ് ആണ്. ആ കൊമേഴ്ഷ്യലൈസ്ഡ് എലമെൻറ്റ്സിൽ പെടുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോമഡിയും കുറച്ച് ആക്ഷനും പരിപാടികളൊക്കെ, എൻഗേജ് ആയി നിർത്തുന്ന പരിപാടികളൊക്കെ, ക്യാരക്ടേഴ്സൊക്കെ ആവട്ടെ കുറച്ചും കൂടെ അങ്ങനെയാണ്. ഒരു കൊമേഴ്ഷ്യലൈസ്ഡ് ആണ്, കുറച്ചും കൂടെ ഫാസ്റ്റ് പേസ്ഡ് ആണ് കമ്പയറിങ് ടു ദ ഓൾഡ് വർക്ക്സ് ഓഫ് PTA. സോ PTA ടച്ച് എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് കാണാം. ഷാർപ്പ് ഓൺ പോയിൻ്റ് ആയിട്ടുള്ള ഡയറക്ഷനാണ്. ഡയറക്ഷനൊക്കെ അണ്ണൻ ആസ് യൂഷ്വൽ കത്തിച്ചിട്ടിട്ടുണ്ട്. പിന്നെ മ്യൂസിക് എടുത്ത് പറഞ്ഞേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ആക്ടിങ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ മ്യൂസിക് വർക്കാണ്. കിട്ടില്ല ഇത് മ്യൂസിക് എന്ന് പറയുമ്പോൾ BGM ഒന്നും കുത്തി നിറച്ചടിക്കുകയല്ല. അത് കുറച്ച് ചിലപ്പോൾ ചില ഇൻസ്ട്രുമെൻസിൻ്റെ ചെറിയ ട്യൂണൊക്കെ ആയിരിക്കും, ചിലപ്പോൾ പിയാനോൻ്റെ ട്യൂണായിരിക്കും, അങ്ങനെ ചെറിയ നോട്ടുകളാണ്. പക്ഷേ അത് എങ്ങനെയൊക്കെയാണ് നമ്മളെ ഇങ്ങനെ ഹുക്ക് ചെയ്ത് വെക്കുക, നമ്മളെ എൻഗേജ് ചെയ്ത് വെപ്പിക്കുകയെന്ന് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ ചെയ്തു കിട്ടില്ല മ്യൂസിക് വർക്കാണ്. ചെറിയ ട്യൂണൊക്കെ ഉള്ളൂ. പക്ഷേ അതൊക്കെ ഒരു ചില എൻഗേജിങ് സീൻസ്, ചില നമ്മളെ പിടിച്ചിരുന്ന സീൻസിൻ്റെ ഒപ്പമൊക്കെ വരുമ്പം ഭയങ്കര ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. സോ മ്യൂസിക്കും കിട്ടിയതായിട്ടുണ്ട്. സോ ഓവറോൾ ഈ വർഷം കണ്ടതിൽ വൺ ഓഫ് ദ ഗുഡ് ഫിലിംസ് ആണ് വൺ ബാറ്റൽ ആഫ്റ്റർ അനദർ. ഈ ഒരു കോമ്പോയിൽ നിന്ന് PTA ലിയോ ഡികാപ്രിയോ കോമ്പോയിൽ നമ്മൾ എന്താണ് പ്രതീക്ഷ അങ്ങനെ തന്നെ ഒരു കിടിലൻ ഔട്ട്പുട്ടാണ് ഈ പടത്തിൽ ഓവറോൾ കിട്ടിയതും. പിന്നെ ഈ സിനിമേൻ്റെ സെറ്റപ്പ് ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടെ ഈ ഒരു പൊളിറ്റിക്കലി ആ ഒരു പരിപാടിയായിട്ട് കുറച്ചുകൂടെ നോളേജ് ഉള്ളവർ കണ്ടാൽ കൂടുതൽ അവർക്ക് ഈ ഫിലിം കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ അത് അങ്ങനെ നിങ്ങൾക്ക് നോളേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് കൂടുതൽ ഈ സിനിമ കണക്റ്റ് ആവും. അപ്പം എന്തുകൊണ്ടും എല്ലാ ഒരു ആസ്പെക്റ്റിലും വളരെ സോളിഡായി നിൽക്കുന്ന ഈ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ, ഈ സിന്നേഴ്സ് അല്ലെങ്കിൽ വെപ്പൺസ്, അതിനെ ഒപ്പൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു കിടിലൻ പടമായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഭാവിയിൽ എന്തായാലും ഒരു ക്ലാസിക് ഫിലിമൊക്കെ ആയിട്ട് ഇതിനെ വാഴ്ത്തപ്പെടാം. സോ അങ്ങനെ ഇപ്പോൾ ഓൾറെഡി ഇതൊരു ക്ലാസിക് ഫിലിമാണ്. ക്ലാസ് ത്രൂ ഔട്ട് എ ക്ലാസ് ആണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ വൺ ബാറ്റൽ ആഫ്റ്റർ അനദർ, വൺ ക്ലാസ് ആഫ്റ്റർ അനദർ. ഇത് സിനിമ ബേസിക്കലി ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ആണ്. കുറച്ച് സീരിയസ് ഒരു ടോപ്പിക്കിൻ്റെ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് കോമഡി രീതിയിൽ ആ ചെയിൻ ഓഫ് ഇവൻറ്റ്സിൽ കൂടെ നമ്മളങ്ങനെ കൊണ്ടുപോകും. സോ അങ്ങനത്തെ ഒരു സ്ലോ പേസ്ഡ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ഫീസ്റ്റ് ആയിരിക്കും. സോ അങ്ങനെ ഒരാളാണ് ഞാൻ.
അങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടും. സോ ദിസ് ആക്ച്വലി വാസ് മൈ കപ്പ് ഓഫ് ടീ. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിപ്പിക്കുക. ആൻഡ് പ്രതീക്ഷ പോലെ തന്നെ ഈ ഒരു സിനിമ വർഷത്തെ ഒരു മികച്ച സാധനമാണെന്ന് നമുക്ക് അറിയാമല്ലോ. ഇതിൻ്റെ മേക്കർ ആരാണ്, ഇതിൻ്റെ ആക്ടേഴ്സൊക്കെ ആരാണെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഡീസൻറ്റ് സാധനമാണ് നമുക്ക് റിസൾട്ട് ഔട്ട്പുട്ടും കിട്ടിയത്. സോ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യുക. Until we meet in the next video, it's me John Flick signing out from Encyclopedia.